ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അമേരിക്ക ഇറാൻ ബന്ധങ്ങളിലെ കടുത്ത അസ്വാരസ്യങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഏത് നിമിഷവും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിനായി ഇറാനെ 10 ദിവസത്തെ അന്ത്യശാസനം നൽകി സമ്മർദ്ദം ചെലുത്തുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ ഇതിനോടകം നൽകിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും സൈനിക സന്നാഹങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു. ഇറാൻ റഷ്യയുമായി ചേർന്ന് സൈനികാഭ്യാസങ്ങൾ തുടരുകയാണ്. ഇതോടൊപ്പം ഇറാൻ ഹോർമൂസ് സ്ട്രൈറ്റിൽ സൃഷ്ടിച്ച അനിശ്ചിതത്വം ആഗോള എണ്ണ വിപണിയെ കുലുക്കി. ഇതിന്റെ ഫലമായി 2026 ആദ്യമായി എണ്ണവില ബാരലിന് $70 കടന്നിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആഗോള ഓഹരി വിപണികൾ ശക്തമായ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. നിക്ഷേപകർ റിസ്ക് ഒഴിവാക്കുന്ന സമീപനം സ്വീകരിച്ചതോടെ വിപണികളിൽ കനത്ത ഇടിവുകൾ രേഖപ്പെടുത്തി. മറുവശത്ത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് വീണ്ടും വലിയ ഡിമാൻഡ് വർദ്ധിച്ചു. US ഇറാൻ തുറന്ന യുദ്ധം സംഭവിച്ചാൽ ഇന്ത്യ അടക്കമുള്ള ആഗോള സമ്പദ് വ്യവസ്ഥകൾക്ക് അത്യന്തം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഇന്ത്യ നേരിട്ട യുദ്ധത്തിലെ ഒരു പക്ഷമാകില്ലെങ്കിലും ഈ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാകും. കാരണം എണ്ണവിലയിലെ കുതിച്ചുയരൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും പ്രാദേശിക കണക്ടിവിറ്റിക്കും വലിയ വെല്ലുവിളിയാകും. കൂടാതെ ഗൾഫ് മേഖലയിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ഈ യുദ്ധം ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയുടെ മൊത്തം എണ്ണ ആവശ്യകതയുടെ ഏകദേശം 90% ഇറക്കുമതിയിലാണ് ആശ്രയിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 20% ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 60% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. ഈ പ്രദേശത്ത് ഇറാൻ സൃഷ്ടിച്ച തടസ്സങ്ങളാണ് എണ്ണവില ഉയരാനുള്ള പ്രധാന കാരണവും. നിലവിൽ റഷ്യൻ എണ്ണയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇന്ത്യ, US, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ യുദ്ധം ആരംഭിച്ചാൽ ഈ വഴികളും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായി ആഗോള എണ്ണവില കുത്തനെ ഉയരും. എണ്ണവില ഉയരുന്നത് രാജ്യത്തെ പണപ്പെരുപ്പ ഭീഷണി വർദ്ധിപ്പിക്കുകയും ധനക്കമ്മി കൂടുതൽ വഷളാക്കുകയും ചെയ്യും. ഇതോടൊപ്പം ഗൾഫ് മേഖലയിൽ മാത്രം 80 ലക്ഷത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ്. പൂർണ്ണതോതിലുള്ള യുദ്ധം ഇവരുടെ തൊഴിലും വരുമാനവും തകർക്കും. പലർക്കും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അത് ഇന്ത്യയുടെ വിദേശ നാണ്യ വരുമാനത്തിനും വലിയ തിരിച്ചടിയാകും. വിദഗ്ധരുടെ വിലയിരുത്തലനുസരിച്ച് ഒരു US ഇറാൻ യുദ്ധം 1990-ലെ ഗൾഫ് യുദ്ധത്തെക്കാൾ പോലും ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. ഇന്ത്യ പാകിസ്ഥാനെ മറികടക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ഇറാനിൽ വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ചബഹർ പോർട്ട് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനും മധ്യേഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർണായക കവാടമാണ്. US-ഉമായുള്ള യുദ്ധം ഈ വമ്പൻ പദ്ധതിയെ പൂർണ്ണമായും തകർക്കാൻ ഇടയാക്കും. ഇറാനുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കണമെന്ന് US ഇതിനോടകം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനമായി അടുത്തിടെ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ചഹ്ബാർ തുറമുഖത്തിനായി പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് US-ഉം ഇറാനും ഒരുപോലെ തന്ത്രപ്രധാന പങ്കാളികളാണ്. US-ഉമായുള്ള വ്യാപാര കരാർ അന്തിമഘട്ടത്തിലിരിക്കെ ട്രംപിനെ പിണക്കുക എന്നത് ഇന്ത്യക്ക് എളുപ്പമല്ല. അതേസമയം ഊർജ്ജവും കണക്ടിവിറ്റിയും സംബന്ധിച്ച് ഇറാന്റെ പ്രാധാന്യവും ഇന്ത്യക്ക് അവഗണിക്കാനാവില്ല. യുദ്ധം നീണ്ടാൽ ഇന്ത്യക്ക് ഒരു പക്ഷം തെരഞ്ഞെടുക്കേണ്ടി വരും. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാട് ഇവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ആശ്രയം 85% മുതൽ 90% വരെയാണ്. യുദ്ധഭീതി തന്നെ എണ്ണവില $71 കടത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയാൽ പെട്രോൾ, ഡീസൽ വില ഉയർന്ന് പണപ്പെരുപ്പവും ധനക്കമ്മിയും വർദ്ധിക്കാം. ഓഹരി വിപണിയിൽ ഒരേയൊരു ദിവസത്തിൽ തന്നെ നിക്ഷേപകർക്ക് ഏകദേശം 7.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. വിദേശ നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് വർഷം തോറും ഏകദേശം $130 ബില്യൺ പ്രവാസി വരുമാനമായി ലഭിക്കുന്നു. യുദ്ധം ഈ പണമൊഴുക്ക് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കും. എണ്ണവില ഉയരുന്നതോടെ ഡോളറിന്റെ ആവശ്യകത കൂടുകയും രൂപ കൂടുതൽ ദുർബലമാവുകയും ചെയ്യും. ഇതോടെ മറ്റ് ഇറക്കുമതികളുടെ ചെലവും ഉയരും. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ബസ്മതി അരി, ജെംസ്, ഫാർമ തുടങ്ങിയ കയറ്റുമതി മേഖലകൾക്ക് തിരിച്ചടിയാകും. ഈ പ്രതിസന്ധിയിൽ ചില ഇന്ത്യൻ മേഖലകൾക്ക് നേട്ടവും ഉണ്ടാകും. പ്രത്യേകിച്ച് ONGC, ഓയിൽ ഇന്ത്യ പോലുള്ള എണ്ണ കമ്പനികളുടെ ഓഹരി വില ഉയരാൻ സാധ്യതയുണ്ട്. പ്രതിരോധ മേഖലയിലെ ഉയർന്ന ഡിമാൻഡ് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി വർദ്ധിപ്പിച്ചേക്കും. ആഗോളതലത്തിൽ ചൈനയും പാകിസ്ഥാനും ഈ സാഹചര്യം തങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. ചഹ്ബാർ തുറമുഖത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നത് ഇവർക്ക് ഗുണകരമാകും. എണ്ണവില ഉയരുന്നത് റഷ്യയ്ക്കും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.